ഭാര്യയും പിള്ളേരും ഉള്ള കാര്യം ഒളിച്ചു വെച്ചൊന്നല്ല ഞാൻ ആലീസായിട്ട് അടുക്കുന്നത്. എല്ലാം അവൾക്കറിയായിരുന്നു. ചതിക്കാനായിരുന്നേലേ അവൾ കൺസീവ് ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ കൊണ്ടുപോയി അബോർട്ട് ചെയ്യിക്കാനോ ഒന്നിനും ഞാൻ നിന്നിട്ടില്ല. നല്ല രീതിയിൽ തന്നെ ഞാൻ പോറ്റുകയായിരുന്നല്ലോ. ജസ്റ്റിഫൈ ചെയ്യല്ല, നെറുകേട് തന്നെയാ. ഇപ്പൊ എന്നതാ പ്രശ്നമായേ? ഐ മീൻ അവൾക്കിപ്പോ എന്നാ വേണ്ടേ? അവൾക്ക് നാളത്തെ കല്യാണം കൂടണമെന്ന്. നാളത്തെ കല്യാണം. പ്രൈമറി ക്ലാസ് തൊട്ട് ഒരുമിച്ച് വളർന്നവരാ നമ്മള്. നാളെ എൻ്റെ മോളുടെ കഴുത്തില് തൻ്റെ മോൻ മിന്നുകിട്ടുന്ന ദിവസം ഇതിലും സന്തോഷമുള്ളൊന്നും എൻ്റെ ജീവിതത്തിലുണ്ടാകില്ല. അതവൾക്ക് നശിപ്പിക്കണം. കരക്കാരുടെ മുമ്പിൽ ഞാൻ നാറുന്നത് കാണണം അവൾക്ക്. നമ്മൾ അടുക്കാറായി. താൻ ടെമ്പർ ലൂസ് ചെയ്യാതെ ശരിക്കും ഡിപ്ലോമാറ്റിക്കായി ഡീൽ ചെയ്തോണം ആലീസിനെ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതാരാ? തന്റെ അളിയൻ പോള. ഇയാളിതെങ്ങനെ? ഞാനാ വിളിച്ചത്. പുള്ളി കാഞ്ഞിരപ്പള്ളിയിലുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ പോളിന് അറിയാമല്ലോ. ഇയാളാവുമ്പോ പൊളിറ്റീഷ്യന്റെ ഒരു ടാക്ടിക്സ് ഉപയോഗിച്ച് ആലീസിനോട് സംസാരിച്ചോളൂ. നീ ചെല്ല്, എന്നിട്ട് മയത്തി സംസാരിക്കും. ഞാനും ജോണും വെളിയിരിക്കാം. വേണമെങ്കിൽ മാത്രം ഇടപെട്ടാൽ മതിയല്ലോ. അതെ, അതാ നല്ലത്. എന്തോ വേണം? ആനി പോയി കിടന്നുറങ്ങാൻ നോക്ക്. ചെല്ല്. നീ എന്നാ തീരുമാനിച്ചു? എന്നതാ ഇപ്പൊ തീരുമാനിക്കേണ്ടത്? യാത്രയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കൊച്ചിനെയും കുട്ടി നാട് വിടാന്ന് എന്നെ കിട്ടിയല്ല. നാട് വിടാനോ? നീ എന്നതാ ഇങ്ങനെ? നോക്ക്, ചിക്മംഗ്ലൂര് ഇതിനേക്കാൾ വലിയ ബംഗ്ലാവും എസ്റ്റേറ്റുമാണ്. അത് നിന്റെ പേർക്ക് രജിസ്റ്റർ ചെയ്ത് തരാം. ആ, നാളത്തെ ചടങ്ങ് കഴിഞ്ഞാൽ ഞാൻ ഫ്രീയാ. ഇനിയിപ്പൊ തനിച്ചു പോവാൻ മടിയാണേലേ ഞാനും കൂടെ വരാം. കൂടെ വരണ്ട, അത് നാണക്കേടല്ലേ ഈ പച്ചം ലാണ്ടർക്ക്. വെപ്പാട്ടിയും അതിലുണ്ടായി കൊച്ചിനെയും കൂടി നാട് കടത്താനുള്ള പ്ലാനും കൊണ്ട് വന്നേക്കുവാ. വെപ്പാട്ടിയോ? നീ തറ ഭാഷ പറയരുത് കേട്ടോ. അതല്ലോ നാട്ടുകാർ വിളിക്കുന്ന പേര്. നാട്ടുകാർ വിളിക്കട്ടെ. ഞാൻ പക്ഷെ അങ്ങനെയാണോ നിന്നെ കണ്ടിട്ടുള്ളത്? അങ്ങനെയാണോ ഞാൻ നിന്നെ ഇതുവരെ നോക്കിയിട്ടുള്ളത്? ഒളിവും മറയില്ലാതെ പറ്റില്ല, അത് നേരാ. എന്നിട്ട് തന്നെ ഇതിപ്പോ കോട്ടയം ടൗണിൽ വരെ എത്തി തുടങ്ങി. എത്തട്ടെ, അറിയട്ടെ എല്ലാവരും. എനിക്കതാ വേണ്ടത്. എന്റെ കൊച്ചിന് നാലാളിന്റെ വെട്ടത്തിൽ നിന്ന് നിങ്ങൾ അപ്പാന്ന് വിളിക്കാൻ കഴിയണം. അതിനാ ഞാൻ ആ കല്യാണം കൂടാൻ വരുന്നേ. അതിനു പകരം കർണാടകത്തിലോ ഗോകർണത്തോ തോട്ടം എഴുതി തരാന്ന് പറഞ്ഞ ആലീസിന് അത് വേണ്ട. അപ്പൊ നിനക്ക് നാളെ വലിയ പള്ളി നടക്കുന്ന എന്റെ സാറാമോളുടെ മിന്നുകെട്ടിന് വരണം, എന്നിട്ട് അവിടെ വെച്ചിട്ട് എന്നെ നാറ്റിക്കണം, അല്ലടി? നാറുകയാണെ നമ്മൾ രണ്ടും കൂടല്ലേ? നിനക്ക് നാറുവാൻ എന്നതാടി ഉള്ളത്? 4 പേര് കേട്ടാൽ അറിയാവുന്ന എന്നെ അഡ്രസ്സാടി നിനക്ക് നഷ്ടം പറ്റാനുള്ളത്. ആ ഇല്ലാത്ത അഡ്രസ്സാണ് ഇനി എനിക്കും എന്റെ കുഞ്ഞിനും വേണ്ടത്. ജയൻ, അളിയനെയും കൂട്ടുകാരനെ കൂട്ടി പോവാൻ നോക്കിയേ. ഈ അറിവാണിച്ചോട് ഇനിയിപ്പൊ ഞാനും താനും കൂടെ എന്തോ പറഞ്ഞ് മനസ്സിലാക്കാനാ? ഞാനൊന്ന് ഞാൻ പറയുന്ന കേക്ക്. പോളെ
ഒരു പ്രോപ്പർ അഡ്വക്കേറ്റിനെ, അതായത് എഫിഷ്യൻ്റായ ഒരാളെ വെച്ച് കേസ് വാദിച്ചില്ല ചേട്ടൻ എന്നാ കേട്ടത്. ഈ ജീവപര്യന്ത ശിക്ഷ സത്യത്തിൽ മേടിച്ചെടുക്കുകയായിരുന്നു എന്നും പറഞ്ഞു. വക്കീലൊക്കെ ഉണ്ടായിരുന്നു. രക്ഷപ്പെടണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളത് നേരാ. എന്തിന്? അതൊരു കയ്യബദ്ധമായിരുന്നില്ലേ? അതും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ. അതിനല്ല ഇളക്കറി പിടിച്ചത്. ഈ പച്ചൻ എനിക്ക് വെറും ഒരു ഫ്രണ്ട് ആയിരുന്നില്ല സർ, കൂടെ പിറന്നവനായിരുന്നു. എന്ത് അബദ്ധത്തിന്റെ ആയാലും ഞാൻ കൊന്നതല്ലേ എന്നുള്ള. ഈ MC പോൾ, അയാളുടെ മൊഴി ശരിക്കും ഐവിറ്റ്നസ് അയാളായിരുന്നില്ലേ? നെഞ്ചുപൊട്ടി ഈ പച്ചൻ താഴെ വീണപ്പോ പോളേന്നാ ഞാൻ വിളിച്ചത്. അവൻ വാ തുറന്നത് ഈ സംഭവ സ്ഥലത്ത് അവൻ ഉണ്ടായിരുന്നു എന്ന് പറയല്ലേ എന്ന് പറയാനായിരുന്നു. പൊളിറ്റിക്കൽ ഇമേജ്. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത സമയമായിരുന്നു. അയാളുടെ മുന്നണിയുടെ ഊഴമാണ് വരുന്നത്. മന്ത്രിസഭയിൽ അയാൾക്ക് സ്ഥിരം റവന്യൂ ഡിപ്പാർട്ട്മെന്റ്. അതിലും വലുതല്ലോ എന്റെ നിരപരാധിത്വം തെളിയിക്കൽ. പിന്നെ ആ കുട്ടിയുള്ളത് അതിനെ വിസ്തരിച്ചു. പാവം, അമ്മയെ അപ്പൻ കൊന്നു, അപ്പനെ ഞാൻ കൊന്നു. അതിനെ കൊണ്ട് പറയിപ്പിച്ചെടുത്തത് അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ 10 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും പരോളിന് ശ്രമിച്ചില്ല അല്ലേ? ഇല്ല, കോട്ടയത്തിന് പോവാൻ മനസ്സനുവദിക്കുന്നില്ല. ഈപ്പച്ചന്റെ പ്രസൻസ് ഇല്ലാത്ത ആ പട്ടണത്തിൽ അവിടെ പോയി ഞാൻ എന്നാ ചെയ്യാനാ? ഇത് വളരെ കോയിൻസിഡന്റലാണ് സാർ ഈ കഥകളൊക്കെ ചോദിക്കാൻ കണ്ട ദിവസം. ഇന്ന് ആഗസ്റ്റ് 23. 10 വർഷം മുൻപ് ഈ ദിവസം നടക്കേണ്ടിയിരുന്ന ഒരു വിവാഹം ഉണ്ടായിരുന്നു. എന്റെ മോന്റെയും ഈപ്പന്റെ മോളുടെയും. അത് ഇന്നും നടന്നിട്ടില്ല. അതെന്തേ? കൊച്ചമ്മണി, ഈപ്പന്റെ ഭാര്യ, അവളുടെ വാശി, കെട്ടിയവനെ കൊന്നവന്റെ മോനുമായിട്ട് ബന്ധം വേണ്ടാന്ന്. അവളുടെ വിശ്വാസം ഈ ആലീസുമായിട്ടുള്ള എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് പോലും എന്റെ സപ്പോർട്ടിലായിരുന്നു. തിരുത്താൻ കഴിയില്ല ചിലരെ. എനിക്ക് ആ പിള്ളേരുടെ കാര്യം ഓർക്കുമ്പോഴാ. അവര് തിരിച്ചറിവ് വന്ന പ്രായം തൊട്ട് സ്നേഹിക്കാൻ തുടങ്ങിയവരാ. കൊതിയോടെ കാത്തിരുന്ന ഒരു ജീവിതം അത് ഇങ്ങനെയായിപ്പോയി. ഫേറ്റ്. This poem begins with the image of a child sleeping innocently while a howling storm rages. The poet seems to wonder how the innocent, among them his daughter Annie, are to escape the wrath of coming times. He seems to suggest that it is very difficult for them to escape it. A great gloom is on his mind. Violence is raging nature. Roma! I've told you many times. ഇനി ഒരിക്കൽ കൂടി ഇത് ചെയ്യുവാന്നേ ഓർത്തോ. പിന്നെ നീ ആ ഫോൺ കാണുകയല്ല. മൈൻഡ് ഇറ്റ്. സോറി മാം. സിറ്റ്. So, violence is raging nature. Whose phone is that? It's yours, ma'am. Sorry. Hello? ഞാൻ ക്ലാസ്സിലാ. എന്നതാ? I can't hear you. Hello? I can't hear you. Hello? Hello? Hold on.